ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൊണ്ടാട്ടോ. അതും നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ കൂടെ ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ മക്കൾ ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റാട്ടോ. അത് നമ്മുടെ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വേസ്റ്റിൽ കളയാതെ ഇതേപോലെയൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അതും നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റം. നമ്മളിതിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ 1 കപ്പ് ചോറ്, നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഞാനിതാ, നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതെല്ലാം നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നമ്മൾ സാധാരണ ഇടിയപ്പം പത്തിരിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വറുത്ത അരിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ച് എടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലാണ് നമ്മളിതിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെ ഞാൻ ചെറിയ ജാറിലേക്ക് നമുക്ക് നമ്മുടെ ഈ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പൊടി ഉണ്ടല്ലോ, ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ബാച്ചായിട്ട് നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ കണ്ടില്ലേ, നല്ല പോലെ അങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അടുത്തത് നമുക്കിതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇവിടെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് കയ്യിൽ തൂത്തിട്ട് നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ബാച്ചായിട്ടില്ല നമ്മളിത് അരച്ചെടുത്തത്. അപ്പോൾ ഇനി ഇത് അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല പോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിത് കുഴച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ആ ഒരു ടൈം മാത്രം നമുക്കിതൊന്ന് മാറ്റി വെച്ചാൽ മതിയാവും. ഇതിവിടെ മാറ്റി വെക്കാം. നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ട് ഇവിടെ 1/2 കപ്പ് തേങ്ങ നമ്മളൊന്ന് ചെരുവി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്കിതേപോലെ കത്തി വെച്ചിട്ട് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ചുരണ്ടിയെടുക്കാം. അതല്ല നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ നമുക്കൊന്ന് കത്തി വെച്ച് അല്ലെങ്കിൽ ഒരു ഇടിക്കല്ല് വെച്ചിട്ട് അതിലൊന്ന് ചതുക്കിയെടുത്താലും മതിയാവും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ മെൽറ്റായി വന്നോളൂ കേട്ടോ. നമ്മൾ ചൂട് തട്ടുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മൾ ശർക്കര ഇവിടെ നല്ലപോലെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരല്പം ഏലക്ക പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് നിങ്ങൾക്ക് എരിവുള്ള ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ
ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ഡ്രോപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമുക്കൊന്ന് നല്ല ഫ്രീ ആയിട്ടൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ഷേപ്പിലങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഇതിന് പകരം നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഇനി ഞാനിതാ ഇതേപോലെ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് നമുക്കിതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഞാനിത് വാഴയിലയിലേക്കൊന്ന് വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. നല്ല ഫ്രീ ആയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഒത്തിരി പ്രയാസമൊന്നുമില്ലാതെ നമുക്ക് രാവിലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു വലുപ്പത്തിനനുസരിച്ച് നമുക്കിത് നല്ല തിന്നായിട്ട് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. ഇനി ഞാനിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതങ്ങ് ഈ വാഴയില അങ്ങ് വെച്ച് കൊടുക്കാം. ഒന്ന് കമഴ്ത്തിയെടുക്കാം കേട്ടോ. ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ട് ഒരല്പം എണ്ണ ഒന്ന് നമ്മൾ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചോറ് നമുക്ക് വേസ്റ്റായി പോവുകയില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇനി നമുക്കിത് പതിയെ ഈ വാഴയില ഒന്ന് മാറ്റിയെടുക്കാം. ഒരു വശം ഒന്ന് റെഡിയായി വരട്ടെ. ഇതാ ഞാൻ ഒരു വശം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ അടുത്തതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഒരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ശർക്കര ഒന്ന് മെൽറ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ ഇതുമേലെ എങ്ങ് പറ്റിയിരിക്കും. അപ്പോൾ നമുക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ, രാവിലേക്ക് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. നമുക്കിതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി മാത്രം വെച്ചിട്ടും ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.